കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ തൃപ്പങ്ങോട് മഹാശിവക്ഷേത്രം. പുരാണ കഥകളുമായി ബന്ധപ്പെട്ട ചരിത്രപ്രസിദ്ധമായ ഈ ക്ഷേത്രം മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തൃപ്പങ്ങോട് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു. പരശുരാമൻ സ്ഥാപിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ തൃപ്പങ്ങോട് മഹാശിവക്ഷേത്രം. കാലസംഹാരമൂർത്തി സങ്കല്പത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പരശുരാമൻ പ്രതിഷ്ഠിച്ച ശ്രീമൂലസ്ഥാനം കൂടിയായ ക്ഷേത്രമതിൽ കെട്ടിനുള്ളിൽ വടക്കു കിഴക്കേ മൂലയിലുള്ള കാരണത്തിൽ ക്ഷേത്രമാണ് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത്. അക്കാലത്ത് ഭാരതത്തിലെ താപസശ്രേഷ്ഠനായ മൃഗണ്ടു മഹർഷിക്കും പത്നി മദ്രുവതിക്കും വിവാഹം കഴിഞ്ഞ് ഏറെക്കാലം കഴിഞ്ഞിട്ടും സന്താന സൗഭാഗ്യം ഉണ്ടായിരുന്നില്ല. ഇതിൽ ദുഃഖിതരായ അവർ ശിവനെ ഭജിച്ച് തപസ് ചെയ്യുവാൻ തുടങ്ങി. ഏറെക്കാലത്തെ കഠിന തപസ്സിനൊടുവിൽ സംപ്രീതനായി പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ ശിവൻ അവരോട് ചോദിച്ചു, എങ്ങനെയുള്ള മകനെ വേണം? ഒന്നിനും കൊള്ളാതെ 100 വയസ്സുവരെ ജീവിച്ചിരിക്കുന്ന മകനെ വേണോ, അതോ എല്ലാം തികഞ്ഞ 16 വയസ്സുവരെ മാത്രം ജീവിച്ചിരിക്കുന്ന മകനെ വേണോ? ഭഗവാന്റെ ഈ പരീക്ഷണത്തിൽ അവർ ദുഃഖിതരായെങ്കിലും ഒന്നിനും കൊള്ളാതെ ദീർഘായുസായിരിക്കുന്നതിലും നല്ലത് എല്ലാം തികഞ്ഞ് അല്പായുസായിരിക്കുന്നതാണെന്ന് അറിയാവുന്ന അവർ ബുദ്ധിമാനായ മകനെ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് ജനിച്ച മകനാണ് മാർക്കണ്ഡേയൻ. വളരെ ചെറുപ്പത്തിൽ തന്നെ മാർക്കണ്ഡേയൻ വേദങ്ങളും ശാസ്ത്രങ്ങളും മറ്റും അഭ്യസിച്ച് മിടുക്കനായി. അവൻ അതീവ ശിവഭക്തനായി വളർന്നു. മകന്റെ ഓരോ പിറന്നാളും മൃഗണ്ടുവിനെയും മദ്രുവതിയെയും അത്യധികം വേദനിപ്പിച്ചു. ഒടുവിൽ 16ാം പിറന്നാൾ എത്തി. തന്റെ പിറന്നാൾ ദിവസം അടുക്കുന്തോറും അതീവ ദുഃഖിതരായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ കണ്ട മാർക്കണ്ഡേയൻ കാര്യം അന്വേഷിക്കുകയും തന്റെ ആയുസ് തീരാറായി എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. തന്റെ ജന്മത്തിന് അനുഗ്രഹം നൽകിയ ശിവൻ തന്നെ കാക്കുമെന്ന് മാർക്കണ്ഡേയന് ഉറപ്പായിരുന്നു. അങ്ങനെ ദുഃഖത്തോടെ മാർക്കണ്ഡേയൻ മാതാപിതാക്കളോട് യാത്ര പറഞ്ഞ് എത്രയും പെട്ടെന്ന് തൃപ്പങ്ങോട്ടപ്പനിൽ അഭയം പ്രാപിക്കാൻ യാത്ര പുറപ്പെട്ടു. മാർക്കണ്ഡേയന്റെ ആയുസിന്റെ അന്ത്യമെടുത്തപ്പോൾ കാലൻ പോത്തിന്റെ പുറത്തേറി പുറപ്പെട്ടു. പെട്ടെന്നാണ് കാലൻ തന്റെ പിന്നാലെ വരുന്നത് മാർക്കണ്ഡേയൻ കണ്ടത്. ആ സമയത്ത് മാർക്കണ്ഡേയൻ തൃപ്പങ്ങോട്ടേക്ക് എത്തിയിരുന്നില്ല. ശ്രീ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്ര പരിസരത്തെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. കാലനെ കണ്ട് ഭയപ്പെട്ട് മാർക്കണ്ഡേയൻ ശ്രീലകത്ത് കടന്ന് നാവമുകുന്ദനെ ശരണം പ്രാപിച്ചു. സാക്ഷാൽ മഹാവിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെടുകയും കാലനെ പിന്തിരിപ്പിക്കാൻ തനിക്കാവില്ലെന്നും ഉടനെ തൃപ്പങ്ങോട്ടപ്പനിൽ അഭയം പ്രാപിക്കാനും അതുവരെ ജീവൻ നിലനിർത്താൻ താൻ സഹായിക്കാമെന്നും പറഞ്ഞു. തുടർന്ന് ഭഗവാൻ മാർക്കണ്ഡേയന് 12 കല്ലുകൾ സമ്മാനിച്ചു. പുറത്ത് കാലനെ കണ്ട ഭഗവാൻ ഉടനെ തന്റെ ശ്രീലകത്തിന്റെ പുറകിൽ ഒരു വാതിലുണ്ടാക്കി. മാർക്കണ്ഡേയൻ അതിലൂടെ ഇറങ്ങിയോടി. തുടർന്ന് ഭഗവാൻ ആ വാതിലടച്ചു. നാവാമുകുന്ദൻ പറഞ്ഞതുപോലെ മാർക്കണ്ഡേയൻ ചെയ്തു. കാലൻ അടുത്തെത്തിയെന്ന് തോന്നിയ അവസരങ്ങളിലെല്ലാം അവൻ കയ്യിലുള്ള കല്ലുകളെടുത്ത് അദ്ദേഹത്തിനു നേരെ എറിഞ്ഞു. കല്ലുകൾ എറിയും തോറും കാലനിൽ നിന്നും മാർക്കണ്ഡേയന്റെ ദൂരം കൂടി വന്നു. എന്നാൽ കല്ലുകൾ 12ഉം തൃപ്പങ്ങോട്ട് ക്ഷേത്രത്തിൽ എത്തും മുന്നേ തീർന്നു. എങ്ങനെയോ ഓടി ഒടുവിൽ ക്ഷേത്രനടയിൽ എത്തിയപ്പോൾ ഒരു കൂറ്റൻ പേരാൽ മരം വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആലിനു നടുവിലൂടെ ഓടി മാർക്കണ്ഡേയൻ തൃപ്പങ്ങോട്ടപ്പന്റെ ശ്രീകോവിലിനുള്ളിൽ കയറി ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ചു കിടന്നു. കോപാകുലനായ കാലൻ ഉടനെ തന്നെ മാർക്കണ്ഡേയനു നേരെ കയറെറിഞ്ഞു. മാർക്കണ്ഡേയനും ശിവലിംഗവും ആ കയറിനുള്ളിൽ പെട്ടുപോയി. ശിവലിംഗത്തിൽ പാശം പതിച്ചതോടെ സാക്ഷാൽ പരമശിവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതീവ കോപാകുലനായി പ്രത്യക്ഷപ്പെട്ട ഭഗവാനെ കണ്ട് കാലൻ ഭയന്ന് വിറച്ചുകൊണ്ട് മാപ്പപേക്ഷിച്ചുവെങ്കിലും ഭഗവാൻ തന്റെ ശൂലം കൊണ്ട് കാലനെ കുത്തിക്കൊന്നു. തുടർന്ന് ഭഗവാൻ മാർക്കണ്ഡേയനെ എന്നും 16 വയസ്സായിരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. പിന്നീട് തന്റെ ശ്രീകോവിലിൽ നിന്നും 3 അടി തെക്കു പടിഞ്ഞാറു ഭാഗത്തേക്ക് പോയി അടുത്തുള്ള കുളത്തിൽ ശൂലം കഴുകി ഇന്ന് പ്രധാന ശ്രീകോവിലുള്ള സ്ഥലത്ത് സ്വയംഭൂവായി അവതരിച്ചു. ഇതാണ് തൃപ്പങ്ങോട്ട് മഹാശിവക്ഷേത്ര കഥയുടെ ഐതിഹ്യം.